ആയുധമില്ലാത്ത സമയം നമ്മൾ ആക്രമിക്കപ്പെടുക ചെയ്യും. വൈൽഡ് ലൈഫ് ജീവിതത്തിലെ ഏറ്റവും മറക്കപ്പെടാത്ത ദിവസം. കാരണം നമ്മൾ അത്രയും സ്നേഹിച്ച് നടന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ആ 100-400 അന്വേഷിച്ച് നടന്നതിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ബന്ധങ്ങൾ വേറെ പുതിയ പുതിയ ബന്ധങ്ങൾ അതെന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്തി. അല്ലാതെ അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സുഹൃത്ത് ബന്ധങ്ങൾ വെച്ചിട്ട് ഞാൻ 100-400 മേടിച്ചു. പക്ഷെ അതിനു മുമ്പ് ഞാൻ RF മേടിച്ചു വെച്ചു. 100-400 ചുള്ളിന് കിട്ടി എനിക്ക് മേടിച്ചു വെക്കാം. കാരണം അതെനിക്കൊരു ഭയങ്കര എന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ള സാധനമാണ് ലെൻസ്. അപ്പൊ ഞാനത് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും അത് നമ്മൾ ഇന്റർവ്യൂ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് ഞാൻ അവിടെ വെക്കും. ഞാൻ ഇമോഷണലി അത് ഇമോഷണലി ആണ് 100-400. അത് അവരിൽ നിന്നൊക്കെ വന്നപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത് നമ്മളോട് പറയാം, നമ്മളോട് പറയണം. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ പറയണ്ട നീക്കിപ്പോ മേടിക്കാൻ പറ്റില്ല ഞങ്ങൾ മേടിച്ചോട്ടെ. അത് ചോദിച്ചിട്ട് വാങ്ങിക്കുന്നത് അത് കാരണം ഞാൻ ഓർപ്പിച്ചിട്ടാണ്. അവിടെ ഒരു ഗൂഢോർജനം നടക്കാണ്ടത്. ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാ പറയോ. അവൻ പറയില്ല അത് വേറെ കണ്ണൂർ ആൾക്കാരെ മേടിച്ചോണ്ടെന്ന്. ഇതിനോണോ പറയണേ. ഞാൻ പിന്നെ ഫോൺ എടുക്കുമ്പോൾ കട്ട് ചെയ്യുക. കടയിൽ മുമ്പിൽ നിന്ന് ഞാൻ വിളിക്കുന്നത് ചിലർ പെണ്ണ് വിളിക്കുമ്പോൾ കട്ട് ചെയ്യുക. നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്തെന്ന് പറയാ. അത് നമ്മളൊരു 2 നേരമായിട്ട് കണ്ടപ്പോൾ പിന്നെ നമ്മൾ അങ്ങനത്തെ സുഹൃത്തുക്കളെ നമ്മളെ ഇതിൽ കൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ലീവ് ഇറ്റ്. ചേട്ടൻ അങ്ങനെ തോന്നാനായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഈ അടുത്തിടെ എപ്പോഴെങ്കിലും അടുത്തിടെ ഞാൻ ഇതിലേക്ക് കാല് വെച്ചപ്പോൾ തന്നെ നമുക്ക് ആ സ്പർശിച്ചു. എനിക്ക് അതിൻ്റെ എല്ലാം മനസ്സിലായി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുണ്ട്. ഹായ് ശോഭി വീഡിയോ ബെസ്റ്റ് ബേർഡ് വാച്ചറാണ്. ആ ബേർഡിനൊക്കെ ആളിങ്ങനെ വാച്ച് ചെയ്ത് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവര് അങ്ങനെ നടന്ന എക്സ്പെരിമെന്റ് ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവന്റെ ജോലി അതാണ്. മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരെ ബേർഡിനെ കാണിച്ചു കൊടുക്കും. അവൻ കണ്ടുപിടിച്ചോണ്ടാണുള്ളവര്. അവൻ പൈസ മേടിക്കണ ഇവർക്ക് എന്തിന്റെ കേടാ. അവൻ അത് എഫേർട്ട് എടുത്ത് കണ്ടുപിടിച്ചുകൊണ്ടാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അവനെ ഭ്രഷ്ട് കൽപ്പിക്കുക നെല്ലിയാമ്പതിൽ കയറാൻ. അതായത് ഇവര് ഇൻഫ്ലുവൻസ് എടുത്തിട്ട് മറ്റേ വേഴാമ്പലിന്റെ കൂട്ടിന്റെ നെസ്റ്റിന്റെ അടുത്തേക്ക് പോയി അതാണ് ഇത് കണ്ണി. അങ്ങനത്തെ കാര്യം ഇല്ല. ഇവര് കാര്യം ഉണ്ടാക്കുക. ബ്ലോക്ക് ആക്കിപ്പിക്കുക അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ വന്നിരിക്കുക നമ്മൾ ഈ ഷോർട്ട് ടൈം നമ്മളോടൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ള സാധനം. അപ്പൊ ഇവരൊരു പായ എഴുതിയിട്ട് വാട്സാപ്പിൽ എനിക്ക് അയച്ചു കൊടുക്കുക. എന്റെ വോളിലിടാൻ ഇവർക്കെതിരെ മറ്റൊരു ശോഭയ്ക്കെതിരെ അല്ലല്ല ഇവനെതിരെ. ഇവൻ അവിടെ കാണിക്കുന്നത് ഭയങ്കര മോശമായ കാര്യങ്ങളാണ്. അത് ഇങ്ങനെ പാടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അപ്പം തന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇതൊന്നും ഞാൻ ചെയ്യേണ്ടതല്ല. അത് നിങ്ങളുടെ വോളിലിട്ട് ചെയ്യുക. നിങ്ങൾ എന്നെ ഇതിൽ ഇടകാലത്തിന്റെ കാര്യമില്ലാന്ന്. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ അതിനുള്ള നേരിട്ടുള്ള ധൈര്യമില്ല. മറ്റുള്ള കണ്ണടച്ചിരിക്കുന്ന അത് കണ്ടാൻ തരാണ്. അതിനുള്ള ധൈര്യമൊന്നും ഇല്ല ഇപ്പോഴും ഇല്ല. വല്ലോണ്ട് കളിപ്പിക്കുക. അപ്പൊ ഇതില് അവൻ ഈ ശോഭി അവൻ വേണ്ട കണ്ടുപിടിക്കുന്ന കാണിച്ചോട്ടെ. അതിനിപ്പോ എന്താ പൈസ മേടിച്ചോട്ടെ. അതിനിപ്പോ എന്താ അത് അവര് തമ്മിലുള്ള ചെറിയ പ്രശ്നമാണ്. ഈ കടക്കാരൻ പറഞ്ഞ ആൾ ഭയങ്കര ചില്ലറക്കാരനൊന്നുമില്ല. അവരിങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഫീമെയിൽ ഇതാണ്. ചിലക്ക് ഈ ആണുങ്ങൾക്ക് ഫീമെയിൽ വരുമ്പോൾ ചെറിയൊരു സ്വഭാവം വരും. അതങ്ങനെയാണ്. അതൊക്കെ നേറ്റുന്നത്. അതിനുള്ള ഇതൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിൽ നിന്ന് മാറിയിട്ടാണ് ഇപ്പൊ റിജേട്ടൻ എല്ലാ ഫോട്ടോഗ്രാഫി, അതായത് മീൻസ് എല്ലാ സംഭവങ്ങളും മോഡലാണെങ്കിലും മോഡൽ ഫോട്ടോഗ്രാഫി ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും എന്തോ ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആള് ചെയ്യും. പക്ഷെ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ എന്താ പറയാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്തൊരു സെറ്റപ്പാണ്. അത് ഞാൻ വൈൽഡ് ലൈഫാണല്ലോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ ഗുരുനാഥനും ചില കാരണമൊന്നുമല്ല കിടിലൻ ഫോട്ടോഗ്രാഫറാണ്. കിടിലൻ ഫോട്ടോ ഞാൻ കണ്ടിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ. അത് നമ്മളിപ്പോ ഞാൻ സംസാരിക്കാറൊന്നുമില്ല. പക്ഷെ ആൾക്ക് ഒരു അബദ്ധം പറ്റി. ഈ അബദ്ധം പറ്റിയത് അയാളെ കുപ്പായി ഇടിപ്പിച്ചതാ. അയാൾ കുപ്പായി ഇടിപ്പിക്കാൻ കാരണം ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആള് തന്നെയാണ് ഇതിന്റെ ഒക്കെ കാരണക്കാരൻ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ അവാർഡിനെ പറ്റിയിട്ട് കഴിഞ്ഞ കൊല്ലം ഞാനൊരു കോഴ്സ് ഇറക്കി. അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കാൻ നിൽക്കണ്ടായിരുന്നത്. അത് വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ സുഹൃത്തുക്കളും ഒരു പെരിഗേറിയൻ ഫാൽക്കൺ ഉണ്ട് അവിടെ. മൈഗ്രേറ്റ് ബേർഡ് ആണ്. അമൂർ ഫാൽക്കൺ വന്നിട്ടുണ്ട് ആ സമയത്ത്.
അപ്പൊ അതിനെ ഒരു ഇലക്ട്രിക് കമ്പി അടിച്ചിട്ട് പെരിഗിനെ ഫാൽക്കൺ നെൽത്തി വീണുമ്പോ ഡെത്തായി. അപ്പൊ അതിനെ കൊണ്ടുവന്ന് ഇവര് സാധാരണ ഒരു സ്ഥലത്ത് ഇട്ടു. അപ്പൊ മറ്റൊരു ബേഡ് വന്നു. അപ്പൊ ഒരു റയർ മൂവ്മെന്റ് എടുക്കാനായിട്ട് അത് ചെയ്യാനൊന്നും പാടില്ല. ഭയങ്കര കാരണം മൈഗ്രേഷൻ തൊഴാൻ പാടില്ല കുറ്റക്കാര്. ഇതെന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3-4 ഫോട്ടോഗ്രാഫേഴ്സ് കൂടിയിട്ടാണ് അവരുണ്ടാവുന്നത് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ ശരിക്കും ഞാനൊരു കഥ പറയാം. ഒരു കൊള്ള നടത്താണ് 3 പേര്. അപ്പൊ ഈ കൊള്ള നടത്തിയിട്ട് കിട്ടിയ സാധനം അവര് പറഞ്ഞു ഇത് നമുക്ക് ഇപ്പൊ ഇടണ്ട, നമുക്ക് പങ്കിട്ട് എടുക്കാം, അവരൊരു കുറെ കഴിഞ്ഞിട്ട് ഇടാം. പക്ഷെ അതിലൊരു ബിരുദുണ്ട്. എത്തിയതും നിധി കിട്ടിയെന്ന് പറഞ്ഞ പോലെ സാധനം പുറത്തേക്ക് കാണിച്ചു. അപ്പൊ ഇത് ഇയാളത് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ വ്യക്തി ഉണ്ടല്ലോ മൂട്ടിനെ കുത്തിനെ നിങ്ങൾക്ക് കിട്ടിയതാണ്, നിങ്ങൾ വേഗം നിങ്ങൾ പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവര് പോസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഓരോന്ന് വിഷം കയറ്റി കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണ്. അത് പോസ്റ്റ് ചെയ്തു. അന്ന് വളരെ കോളിലൊക്കെ ബേർഡ് വാച്ചേഴ്സ് ഒക്കെ ആയിട്ട് വലിയ പ്രശ്നം. അത് ചെയ്യാൻ പാടില്ല. അത് ഒരാള് ബ്ലോഗൊക്കെ എഴുതി ഇവരെ വേറെ സ്ഥലത്ത് ഫോട്ടോ എടുക്കും. ഇവര് ചെയ്യുന്നത് വേറെ സ്ഥലത്ത് ഫോട്ടോ ഉണ്ടാവും. ബ്ലോഗർ അത് എഴുതി അയച്ചപ്പോ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അന്ന് ഞാൻ തന്നെ ഈ സുഹൃത്താക്കുന്ന സമയത്ത് ഞാൻ ഇന്റിമേഷൻ കൊടുക്കേണ്ട അവർക്ക്, എന്നിട്ട് ഇത് ചെയ്യരുത്, സ്റ്റേറ്റ് ഫോട്ടോഗ്രാഫിക്ക് അയക്കരുത്. അതിപ്പോ കാലഘട്ടം കുറച്ച് കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞപ്പോ ആരും മറന്നു ചോദിച്ചിട്ടാവാം ഇട്ടത് കഴിഞ്ഞാൽ അയാൾ ഇടുന്നില്ല, അയാളോട് ഇടിപ്പിച്ചു തന്നെയാണ്. അത് ഞാൻ വ്യക്തമായിട്ട് പറയാറ്. അല്ല, നമുക്കിപ്പോ അതില് ഇപ്പൊ റിജേട്ടൻ ഈ ഫീൽഡിലേക്ക് ഇപ്പൊ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതെന്താണ്? ഇപ്പൊ നെഗറ്റിവിറ്റിയിൽ ഞാൻ ഇറങ്ങാറുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ 4 കൊല്ലം ഇരുന്നാലും ഇടാനുള്ള ഫോട്ടോസ് അത് ആ ഹാർഡ് ഡിസ്കുകൾ അത്ര കളിയാണ്. 4 കൊല്ലം ഞാൻ റെഗുലറായിട്ട് 10 ഫോട്ടോസ് ഇടാൻ എനിക്ക് ഒരു ദിവസം. അത്രയധികം ബേഡ്സിന് ഞാനിപ്പോ ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എത്ര ബേഡ്സിനെ കണ്ടു എന്നുള്ളത്. അത് കുറച്ചായിട്ടുള്ള 3 ഇത് ഇപ്പൊ തന്നെ 100 സംതിങ് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഹാർഡ് ഡിസ്കിൽ കിടക്കാണ്. 10-3 ഇഷ്ടംപോലെ. കാരണം ഞാനത് എന്റെ യാത്രകൾ നോർത്ത് ഇന്ത്യയില് സത്താല്, പാങ്കോട്ട് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയി. രാജസ്ഥാൻ, ഭരത്പൂരൊക്കെ അവിടെ ലോട്ട് ഓഫ് ബേർഡ്സ് ആണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ബേർഡ്സ് നെല്ലിയാമതിലുണ്ടല്ലോ ഇഷ്ടംപോലെ മൈഗ്രേഷൻ ബേർഡ്സ്. അത് നമ്മളത് നടന്നിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇഷ്ടംപോലെ ബേർഡ്സാ. നമ്മുടെ ഇൻസ്റ്റഗ്രാമില് നോക്കിയറിയാം, നമ്മുടെ റിജേട്ടൻ ഫോട്ടോഗ്രാഫർ റെജു ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അതൊന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ പറയുന്നത് ഈ ഒരു എന്താ പറയാ സംഭവം അല്ല. ആള് നമ്മള് ആരും ഇതിൽ അഹങ്കരിക്കരുത്. ഞാനല്ല കാക്കും ഇതുപോലെ തുറന്നു പറയും. അത് കാരണം ഞാൻ അങ്ങനെയാ. ആരോചകം തന്നെയാണ് അവാർഡ്. ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ അവാർഡിന്റെ അതിന്റെ സംഭവം എന്തായിരുന്നു? എന്റെ അടുത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ അവാർഡിന്റെ ഒരു സംഭവത്തിന് അല്ല ഞാൻ ഈ ഇതൊക്കെ സംസാരിക്കാൻ കാരണം എനിക്ക് ഈ ശത്രുക്കളില്ല. നമ്മള് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയണോണ്ടാണ് നമ്മൾ ശത്രുക്കളാവണതാണ്. അത് ശത്രുക്കൾ ഉണ്ടായിട്ട് അങ്ങനെ എനിക്ക് അങ്ങനത്തെ ആൾക്കാർ